ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മാർച്ച് 27 റിലീസ് ചെയ്യുന്ന ഒരു സിനിമയുടെ ട്രെയിലർ യാദൃച്ഛികമായി കാണാനിടയായതാണ് ഈ വോയിസ് നോട്ട് ഇടാനുള്ളൊരു കാരണം. ആ സിനിമയുടെ പേര് കണ്ടപ്പോൾ മനസ്സിലോട്ട് കടന്നു വന്നത് കേരളത്തിൽ. എല്ലാവർക്കും നമസ്കാരം. എമ്പുരാൻ സിനിമയെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക. നിങ്ങൾ പടം കണ്ടവരാണെങ്കിൽ കണ്ടവരെന്ന് ചെയ്യുക. കണ്ടെങ്കിൽ എന്താണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേന്ന് ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക. ഞാൻ എന്റെ പേഴ്സണൽ അഭിപ്രായം പറയാം. പടം ഭയങ്കര പറ്റേ മോശമൊന്നല്ല, പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചു പോയ അത്രയും ലെവൽ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഞാൻ ഇന്നലെ രാത്രി 11 മണിക്കാണ് ഷോ കണ്ടത്. ഞാൻ പ്രതീക്ഷിച്ചു പോയി. എനിക്ക് എമ്പുരാൻ എന്ന് പറയുമ്പോൾ ലൂസിഫറിന്റെ ആ ഒരു റേഞ്ച് ഞാൻ പ്രതീക്ഷിച്ചു പോയി. പക്ഷെ ലൂസിഫറിന്റെ അത്ര പോലും എനിക്ക് എമ്പുരാൻ എനിക്ക് ഡൈജസ്റ്റ് ആയിട്ടില്ല. ഓക്കെ, എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. ചിലപ്പോൾ ഇത് കാണുന്ന നിങ്ങൾക്ക് സിനിമ ഇഷ്ടപ്പെട്ട് കാണും, ഇഷ്ടപ്പെടാതിരിക്കും. അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. എനിക്ക് ലൂസിഫറിന്റെ അത്ര അങ്ങോട്ട് ഒന്ന് ദഹിച്ചില്ല എന്ന് ഞാൻ പറയാം. എന്തായാലും അതവിടെ നിൽക്കട്ടെ. സിനിമയെ കുറിച്ചിട്ട് വേറെ കൂടുതലൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. എന്റെ കഥകളോ കാര്യങ്ങളോ ഒന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഞാൻ സിനിമയെ കുറിച്ച് ചുരുക്കി പറയുകയാണെങ്കിൽ എനിക്ക് ഡൈജസ്റ്റീവ് അല്ല. പിന്നെ പടം തീരെ പറ്റ മോശമെന്നൊന്നും ഞാൻ പറയത്തില്ല. അത്യാവശ്യം കണ്ടോണ്ടിരിക്കുക, ഓൺ ടൈം വാച്ചബിൾ ആണ്. പടത്തിന്റെ മേക്കിംഗ് ഒക്കെ അന്യായ ലെവലാണ് കേട്ടോ. അത് കലക്കിന്ന് തന്നെ പറയാം. നല്ല പോലെ പൈസയും പൊട്ടിച്ചിട്ടുണ്ട്. 200 കോടി പൊട്ടിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അറിയത്തില്ല, അതിന്റെ കറക്റ്റ് തെളിവുകളും കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. കിട്ടിക്കഴിഞ്ഞാൽ അറിയിക്കാം. അല്ലാണ്ട് എത്രയാണ് കറക്റ്റ് റേറ്റ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല. 280 കോടിയോ എങ്ങാണ്ട് പൊട്ടിച്ചിട്ടുണ്ടെന്നൊക്കെ പല ന്യൂസ് കേൾക്കുന്നുണ്ട്, റൂമേഴ്സും കാണുന്നുണ്ട്. ഓക്കെ, നമ്മുടെ വിഷയം അതൊന്നുമല്ല. ഈ എമ്പുരാൻ ഇറങ്ങിയതിനു ശേഷം ഒരുപാട് വിവാദത്തിൽ പെടുകയാണ് ഈ സിനിമ നിർത്തി വയ്ക്കണം എന്നുള്ള രീതിയിൽ വരെ ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എമ്പുരാന്റെ നല്ല 1.5 HD പ്രിന്റുകളും കാര്യങ്ങളൊക്കെ ഇറങ്ങുന്നുണ്ട് ഫേക്കായിട്ട്. നാറിയ പരിപാടി കാണിക്കാതിരിക്കുക. നാറിയ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ 1-ാം തരം തന്തയില്ലാത്ത പരിപാടിയാണ് ഈ കാണിക്കുന്നത്. അവർ കഷ്ടപ്പെട്ട ഒരു പടം ഇറക്കുമ്പോൾ നിന്റെയൊക്കെ കുന്തളിപ്പിനും കുത്തിത്തിരിപ്പിനും വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിന്റെയൊക്കെ മറ്റേ ആപ്പ് പരിപാടിക്ക് വേണ്ടിയിട്ട് പടത്തിന്റെ നല്ല പ്രിന്റ് ലീക്ക് ചെയ്തിട്ട് ഈ നാറിയ പരിപാടി കാണിക്കരുത്. ഒരുപാട് പേരുടെ അന്നമാണ് നീയൊക്കെ മുടക്കുന്ന പരിപാടി കാണിക്കുന്നത്. കഷ്ടപ്പെട്ട് പൈസ പൊട്ടിച്ച് അവര് ഒരുപാട് പ്രതീക്ഷയിലാണ് ഒരു പടം കൊണ്ട് ഇറക്കുന്നത്. ആ ഇറക്കുമ്പോൾ ഓക്കെ, നിങ്ങൾക്ക് പടം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അഭിപ്രായം പറയാനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട്, അഭിപ്രായം പറയാം. പക്ഷെ മറിച്ച് ആ പടത്തിനെ നശിപ്പിക്കുന്ന രീതിയിലുള്ള പരിപാടികൾ ചെയ്യാതിരിക്കുക. അത് ഭയങ്കര മോശമായിട്ടുള്ള പരിപാടിയാണ്. എന്നാൽ ഈ പടം ഇറങ്ങിയതിനു ശേഷം ഒരുപാട് വിവാദത്തിൽപ്പെടുകയാണ്. ഒന്നാമത് ക്രിസ്ത്യൻസിനെ അപമാനിച്ചുകൊണ്ടുള്ള ഒരു പടമാണ്. ദൈവം അല്ല സാത്താനാണ് വലുത് എന്നുള്ള രീതിയിൽ ചിത്രീകരിക്കുന്നു എന്നുള്ളൊരു ടോക്ക് വരുന്നുണ്ട്. പ്രത്യേകിച്ച് അങ്ങനെ ഒരു ലേഡി ഇതുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ചധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരു ക്രിസ്ത്യൻ മതത്തിൽപ്പെട്ടിട്ടുള്ള ഒരു ലേഡി. ഞാൻ പേഴ്സണലി പറയാം, സിനിമയായിട്ട് എടുക്കാനുള്ള സെൻസ് വേണം. അല്ലാണ്ട് ആ രീതിയിൽ കാണുകയാണെങ്കിൽ എനിക്കൊന്നും പറയാനില്ലടേ. ഞാനും ഒരു ക്രിസ്ത്യാനിയൊക്കെ തന്നെയാണ്. എന്നും വെച്ചിട്ട് യേശു ക്രിസ്തുവിനെ അപമാനിച്ച് മതത്തെ അവഹേളിച്ചെന്ന് പറഞ്ഞുകൊണ്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. പടത്തിനെ പടമായിട്ട് കാണാനുള്ള സെൻസ് വേണം. അല്ലാണ്ട് ഇനിയിപ്പോ വേറെ രീതി കണ്ട് മതത്തിനെ കളിയാക്കി, മറ്റത് കളിയാക്കി, മറിച്ച് കളിയാക്കി എന്ന് പറഞ്ഞും കൊണ്ട് കിടന്ന് തർക്കങ്ങൾ ഉണ്ടാക്കാതിരിക്കുക. പിന്നെ അതുപോലെ തന്നെ സംഘികളെ കളിയാക്കി എന്ന് പറഞ്ഞുകൊണ്ട് വേറൊരു രീതിയിൽ ബാബാ ബജറംഗ് എന്ന് പറയുന്ന ഒരു മെയിൻ വില്ലനുണ്ട്. ആ വില്ലനെ നടന്നൊരു സംഭവമായി റിലേറ്റ് ചെയ്തിട്ടുള്ള സംഭവം എന്നൊക്കെ പറയുന്നുണ്ട്. ബാബു ബജറംഗ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പ്രസന്റ് ചെയ്ത് ഇപ്പുറത്ത് ബാബാ ബജറംഗിനെ ആക്കി ആ ഒരു കാര്യമൊക്കെ പുറത്തു വരുന്നുണ്ട്. അതുകൊണ്ട് സംഘികളെ കളിയാക്കി എന്നുള്ള രീതിയിൽ പടത്തിനെതിരെ നല്ല നെഗറ്റീവ് വരുന്നുണ്ട്. ആദ്യം നമുക്ക് ഈ ക്രിസ്ത്യാനികളെ അപമാനിച്ചു, യേശു ക്രിസ്തുവിനെ അപമാനിച്ചു, ലൂസിഫർ അതായത് ചെകുത്താനെ ആരാധിച്ചു എന്നുള്ള പടത്തിനെ പടത്തിനെ ആഴ്ത്തിക്കെട്ടുന്ന രീതിയിലുള്ള ഒരു വോയിസ് ഞാനൊന്ന് കൊടുക്കാം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മാർച്ച് 27 റിലീസ് ചെയ്യുന്ന ഒരു സിനിമയുടെ ട്രെയിലർ യാദൃച്ഛികമായി കാണാനിടയായതാണ് ഈ വോയിസ് നോട്ട് ഇടാനുള്ളൊരു കാരണം. ആ സിനിമയുടെ പേര് കണ്ടപ്പോൾ മനസ്സിലോട്ട് കടന്നു വന്നത് കേരളത്തിലെ നസ്രാണി കുടുംബങ്ങളിൽ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് വരയ്ക്കുന്ന വലിയ കുരിശുവരെയാണ്. അതായത്, എന്റെ തമ്പുരാനെ, വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈ വലിയ കുരിശുവരയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ലോകത്തിൽ തന്നെ കേരളത്തിലെ നസ്രാണികളിലാണ് ഈ വലിയ കുരിശുവര സ്വന്തമായിട്ടുള്ളത്. തമ്പുരാൻ എന്ന് വളരെ ബഹുമാനത്തോടും ആദരവോടെയുമാണ് കേരളത്തിലെ ഓരോ ക്രിസ്ത്യാനികളും ആ പദം വിളിക്കുന്നത്. ഈ തമ്പുരാൻ എന്ന പദത്തിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു പദമാണ് ഈ സിനിമയ്ക്ക് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് കണ്ടപ്പോൾ, ആ സിനിമയ്ക്ക് ഉപയോഗിച്ച പദത്തിന്റെ അർത്ഥം നോക്കിയപ്പോൾ, ആ സിനിമയുടെ ഡയറക്ടറായ പൃഥ്വിരാജ് ഇങ്ങനെയാണ് പറയുന്നത്: "An angel who is more than a king and less than God." അത് സാത്താനാണെന്ന് ഏതൊരു കൊച്ചു കുഞ്ഞിനും പെട്ടെന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇവരുടെ ആദ്യത്തെ സിനിമയായ ലൂസിഫറിന്റെ അവസാന ഭാഗത്തിൽ ഇവർ രണ്ടാമത്തെ സിനിമയ്ക്ക് ഉപയോഗിച്ച സാത്താന്റെ ആ പേര് ഉപയോഗിച്ച് ഗ്ലോറിഫൈ ചെയ്താണ് ആദ്യത്തെ സിനിമ അവസാനിക്കുന്നത്. ഈ സിനിമയുടെ ട്രെയിലറിന്റെ അടിക്കുറിപ്പായിട്ടിരിക്കുന്നത് ശ്രദ്ധിക്കുകയുണ്ടായി. അത് ഈ സിനിമയിൽ തന്നെ അഭിനയിക്കുന്ന നായകന്മാരുടെ ഫേസ്ബുക്കിൽ അവർ കൊടുത്തിരിക്കുന്ന ട്രെയിലറിന്റെ അടിക്കുറിപ്പ് ഇങ്ങനെയാണ്: "This deal is with the devil. Once you make a deal with the devil, there is no way back." എന്താണ് ഇതിനർത്ഥം? നിങ്ങൾ പിശാചുമായി ഒരു ഡീൽ ഉണ്ടാക്കുന്നു, പിശാചുമായി ഡീൽ ഉണ്ടാക്കിയാൽ പിന്നെ ഒരു തിരിച്ചുപോക്കില്ലെന്ന്.
ട്രെയിലറിന്റെ തന്നെ അടിക്കുറിപ്പായി വേറൊന്ന് കണ്ടു. റിമെമ്പർ ഇറ്റ് ഈസ് യു ഹു സമ്മൺ ദ ഡെവിൾ അറ്റ് ദിസ് അവർ. എന്താണ് ഇതിനർത്ഥം? ഈ മണിക്കൂറിൽ ഓർക്കുക, നിങ്ങളാണ് പിശാചിനെ വിളിച്ച് വരുത്തുന്നത്. ഈ മണിക്കൂർ എന്നതിന് വലിയ പ്രത്യേകതയുണ്ട്. ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സുവിശേഷം കേട്ടിരിക്കുന്നത് കേരളത്തിലെ ക്രൈസ്തവരാണ്. ഈ മണിക്കൂർ എന്നത് എവിടെയാണ് നിങ്ങൾ ബൈബിളിൽ കണ്ടിരിക്കുന്നത്? യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിൽ 12 പ്രാവശ്യം ഈ മണിക്കൂറിനെ കുറിച്ച് പറയുന്നുണ്ട്. ഏതാണ് ഈ മണിക്കൂർ? ക്രിസ്തു ആത്മാവിൽ നെടുവീർപ്പിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, പിതാവേ, ഈ മണിക്കൂറിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. അല്ല, ഇതിനു വേണ്ടിയാണല്ലോ ഈ മണിക്കൂറിലേക്ക് ഞാൻ വന്നത്. പെസഹ കുഞ്ഞാടായി ഈശോ ഈ മണിക്കൂറിലാണ് പെസഹ പൂർത്തിയാക്കിയത്. കുരിശിൽ വെച്ച് ആ പെസഹ പൂർത്തിയാക്കിയത്. യേശു വിനാഗിരി സ്വീകരിച്ചിട്ട് പറഞ്ഞു, എല്ലാം പൂർത്തിയായിരിക്കുന്നു. അവൻ തല ചായ്ച്ച് ആത്മാവിനെ സമർപ്പിച്ചു. ആ മണിക്കൂറിലാണ് ഈശോ നമുക്ക്, യോഹന്നാൻ ശ്ലീഹായ്ക്ക്, പരിശുദ്ധ അമ്മയെ നമുക്ക് അമ്മയായി നൽകിയത്. അതിനുശേഷം 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ദൈവപുത്രനായ ഈശോ പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. ഈ സിനിമയുടെ ട്രെയിലറിൽ കണ്ടപ്പോൾ ചില ഡയലോഗുകൾ ശ്രദ്ധിച്ചു. ഒരു ഡയലോഗ് ഇങ്ങനെയാണ്: ദൈവപുത്രൻ തന്നെ തെറ്റ് ചെയ്യുമ്പോൾ ചെകുത്താനെ അല്ലാതെ വേറെ ആരെ ആശ്രയിക്കാനാണ്? നമ്മുടെ തന്നെ വിശ്വാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമാണ് ദൈവപുത്രനായ ഈശോ. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. എന്നാൽ ഇവ തന്നെയും എഴുതപ്പെട്ടിരിക്കുന്നത് യേശു ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതിനും അങ്ങനെ വിശ്വസിക്കുക നിമിത്തം നിങ്ങൾക്ക് അവന്റെ നാമത്തിൽ ജീവൻ ഉണ്ടാകുന്നതിനും വേണ്ടിയാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമാണ് കേരളത്തിലെന്നല്ല എല്ലാ ക്രിസ്ത്യാനികളുടെയും പ്രധാനപ്പെട്ട വിശ്വാസ കേന്ദ്രം. ഈ സിനിമയുടെ ഒരു ഡയലോഗ് ഇങ്ങനെയാണ്: പിതാവിന്റെയും പുത്രന്റെയും ഇടയിൽ വിരിഞ്ഞ ഇരുട്ടിന്റെ പൂവ്, തമോഗോളങ്ങളുടെ തമ്പുരാൻ. ഇതെല്ലാം കേട്ട് പരിശുദ്ധാത്മാവിനാൽ പ്രചോദിപ്പിക്കപ്പെട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് വിവേചനപരത്തോടെ തീരുമാനങ്ങൾ എടുക്കുക. എല്ലാത്തിനുപരി എല്ലാവരും ചെയ്യുന്ന പാപങ്ങൾക്ക് പരിഹാരമായി കേരളത്തിലെ നസ്രാണികൾക്ക് മാത്രം സ്വന്തമായിട്ടുള്ള ഈ വലിയ കുരിശുവര പല പ്രാവശ്യം ചെയ്യുക. എന്റെ തമ്പുരാനെ, വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഓക്കെ, ഇത് പല ഗ്രൂപ്പുകളിലും പരക്കുന്ന ഒരു വോയിസ് നോട്ടാണ്. പ്രത്യേകിച്ച് ലൂസിഫറിനെ, എമ്പുരാനെയും പറ്റി തന്നെയാണ്. അതായത് ക്രിസ്ത്യാനികളെ അപമാനിച്ചു എന്നുള്ള രീതിയിലാണ് ഈ വോയിസും കാര്യങ്ങളും പരക്കുന്നത്. ഇതുപോലെ പല വോയിസുകളും കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഞാനൊരു കാര്യം പറയും, സിനിമയായിട്ട് കാണാൻ ഉള്ള ഒരു മെന്റാലിറ്റി നമുക്ക് വേണം. പ്രത്യേകിച്ച് ഇവിടെ മാർക്കോ പോലത്തെ ഒരു സിനിമ ഇറങ്ങിയപ്പോൾ ഒരുപാട് ജനങ്ങൾ ഏറ്റെടുത്ത സമയത്ത് ഒരുപാട് നെഗറ്റീവ് പടം ഫേസ് ചെയ്തു. അവസാനം ഇനി മാർക്കോ 2 ഇറക്കണ്ട എന്നുള്ളൊരു സെറ്റപ്പിലായി. ഇനി ഡയറക്ടർ ഇറക്കത്തുമില്ല എന്ന് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല നല്ല പടങ്ങൾ വരുമ്പോൾ പടത്തിൻ്റെതായ രീതിയിൽ കണ്ട് എൻജോയ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലാണ്ട് അതിന്റെ അകത്ത് ഇറങ്ങിയിട്ട് ജാതിയും മതവും ദൈവത്തിന്റെ പേരും പറഞ്ഞ് പാർട്ടിയുടെ പേരും പറഞ്ഞ് അടിവെക്കേണ്ട ഒരു കാര്യവും എനിക്ക് തോന്നുന്നില്ല. സീരിയസ്ലി പറയാൻ അതിലെനിക്ക് ഒരു ഇതും തോന്നുന്നില്ല. പടം കാണുക, എൻജോയ് ചെയ്യുക, ഇഷ്ടപ്പെട്ടെന്ന് പറയാ, ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയാ, അതൊക്കെ അവരുടേതായ വ്യക്തിപരമായ അഭിപ്രായങ്ങളും കാര്യങ്ങളുമാണ്. മറിച്ച് ഒരു പടം കണ്ടിട്ട് വന്നിട്ട് അവിടെ ദൈവത്തിനെ കളിയാക്കി അല്ലെങ്കിൽ മതത്തിന്റെ എലമെന്റും രാഷ്ട്രീയത്തിന്റെ എലമെന്റും ഒക്കെ കയറ്റി സംസാരിക്കുന്നത് പേഴ്സണലി എനിക്ക് ഒരു തരത്തിൽ യോജിപ്പില്ല. എന്തുവാടേ ഇതൊക്കെ? എന്തുവാ എന്നേ ഞാൻ ചോദിക്കത്തുള്ളൂ. ഞാനൊരു ക്രിസ്ത്യാനിയാണ്, മതത്തിൽ വിശ്വസിക്കുന്നതാണ്, ദൈവത്തിൽ വിശ്വസിക്കുന്നതാണ്, എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുന്നവനാണ്, എല്ലാ പാർട്ടികളെയും ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ്, മനുഷ്യത്വമുള്ളവനാണ്. ഒരു സിനിമ കണ്ടുകൊണ്ട് അതില് കുറെ കാര്യങ്ങൾ കാണിച്ചെന്ന് വെച്ചിട്ട് നമ്മള് എല്ലാം തീർന്നു എന്നുള്ള രീതിയിൽ സംസാരിക്കേണ്ട കാര്യമില്ല. സിനിമ എന്ന് പറയുന്നത് ഒരു ഫാന്റസി വേൾഡാണ്. മനുഷ്യനാൽ കഴിയാത്ത പല കാര്യങ്ങളും ഒരു സിനിമയിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. അത് 10 വരെ ഇടിച്ച് പറപ്പിക്കുന്നതായാലും പല പല സ്റ്റോറികളായിരിക്കും നമുക്ക് കാണുന്നത്. അത് എൻജോയ് ചെയ്യുക, ഒരു 2-3 മണിക്കൂർ എൻജോയ് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ആ രീതി, അല്ലെങ്കിൽ അല്ല, അത്രയും മാത്രം മതിയെന്നേ ഞാൻ പറയത്തുള്ളൂ. അല്ലാണ്ട് മതവും രാഷ്ട്രീയമൊന്നും കയറ്റി സംസാരിക്കേണ്ട ഒരു കാര്യമില്ല. ഇത് ക്രിസ്ത്യാനികൾക്കും കുരുപൊട്ടിയിരിക്കുകയാണ്. ഇനി സംഘികൾക്കും നല്ല ഓണം കുരുപൊട്ടിയിട്ടുണ്ട്. നമ്മുടെ ശശികല ടീച്ചറൊക്കെ പോസ്റ്റ് ഇട്ട് നിരത്തി വെച്ചിരിക്കുകയാണ്. വായിക്കാം. ഇതിലും വലിയ വെള്ളിയാഴ്ചയിലും വലിയ പെരുന്നാൾ ഒന്നിച്ചു വന്നിട്ടുണ്ട്. ഓതറ എന്താണ് എന്ന് ഗുജറാത്തുകാർക്ക് നന്നായി അറിയാം. ഹിന്ദുത്വം എന്താണെന്ന് അവർക്കും അറിയാം. ഏത് ബരിയാൻ കുന്നൻ ചാടിയാലും ചട്ടിയോള അത്ര തന്നെ. സുഡാപ്പികൾ എന്തായാലും BJPക്ക് വോട്ട് ചെയ്യില്ല. ചെയ്യുന്നവരെ, ചെയ്യാൻ ഉദ്ദേശിച്ചവരെ മാറ്റിക്കാൻ ബരിയാൻ കുന്നനല്ല ഓന്റെ ബാപ്പ. വിചാരിച്ചാ നടക്കൂല. ഉഷപൂജയും ഉച്ചപൂജയും ഒക്കെ മുറയ്ക്ക് നടക്കട്ടെ. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ പോസ്റ്റുകൾ വരിയുടെയാണ് ഈ എമ്പുരാനെയും പൃഥ്വിരാജിനെയും ഒക്കെ വിമർശിച്ചുകൊണ്ട്. പ്രത്യേകിച്ച് ലാലേട്ടന് വലിയ നെഗറ്റീവ് വീണ്ടും ഇല്ലെന്ന് പറയാം. ലാലേട്ടനെ വെച്ചിട്ട് രാജ്യവട്ട പടം എടുത്ത് തൊലച്ചെന്നുള്ള രീതിയിലാണ് സംസാരം. രാജപ്പ, ഗോദരയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ തനിയെ തീ പിടിച്ചതല്ല, തൊപ്പിയിട്ട ടീം തീയിട്ടതാണ്. അതിൽ ബന്ധു മരിച്ചതാണ് ഞങ്ങളുടെ സഹോദരങ്ങൾ. വർഗീയത തുപ്പി തുടങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. പ്രൊപ്പഗണ്ട മൂവി കോൺഗ്രസിനെയും ജിഹാദികളെയും വെള്ളപൂശൽ
ഗുജറാത്ത് കലാപമാണ് പടത്തിന്റെ സാരാംശം. കലാപം ഉണ്ടാക്കാനുള്ള കാരണമായി ഗോദ്ര ട്രെയിനിന് തീവയ്ക്കുന്നത് സംഭവത്തിൽ കാണിക്കില്ല. കാണിച്ചാൽ തൊലിഞ്ഞ മതേതരം പോകുമല്ലോ. പിന്നെ ഗർഭിണിയായവരെ വരെ ബലാത്സംഗം ചെയ്യുന്ന രംഗം അതൊന്നും ആ കലാപത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ട് കൂടിയില്ല. ഇത് മുരളി ഗോപി എന്ന കോൺഗ്രസുകാരനും സുഡാപ്പികളുടെ ചെരുപ്പ് നക്കിയും രാജപ്പനും നന്നായി ഇണങ്ങുന്ന ഫിലിമാണ്. അഭിപ്രായം സിനിമ കണ്ടവരുടെ. പക്ഷെ ട്രെയിനിൽ തന്നെ സൂചന തരുന്നുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. BJPക്ക് ഇട്ട് പണിത് എന്നതിലല്ല, നല്ല ഒന്നാം തരം വെളുപ്പിക്കൽ എന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് ഭയങ്കര വർഗീയത തുപ്പുന്നുണ്ട്. എനിക്ക് ഒരു തരത്തിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. സിനിമയായിട്ട് എൻജോയ് ചെയ്യാൻ പഠിക്കട്ടെ ആദ്യം. ഇതിന്റെ ഇടയിൽ വർഗീയത പിടിച്ച് കയറ്റി അതിനെ വച്ചിട്ട് ജനങ്ങളെ വേർതിരിച്ച് മതവും ജാതിയും പറഞ്ഞ് വേർതിരിച്ച് കാണുന്നത് എന്തിനാണ്? വിഷജന്തുക്കളെ എന്നാണ് നിങ്ങളുടെ അടുത്ത് എനിക്ക് ചോദിക്കാനുള്ളത്. ഇങ്ങനത്തെ മൈൻഡ് സെറ്റിലോട്ട് നീങ്ങാതിരിക്കുക ദയവ് ചെയ്തിട്ട് ഇതിന്റെ ഒരു പേരിൽ മതങ്ങളും ജാതികളും ഒക്കെ പറഞ്ഞ് ദൈവത്തിന്റെ പേരും പറഞ്ഞ് രാഷ്ട്രീയവും പറഞ്ഞ് അടി കൂടാതിരിക്കുക. ഇങ്ങനത്തെ വൃത്തികെട്ട മെന്റാലിറ്റിയിലോട്ട് പോവാതിരിക്കുക. പേഴ്സണലി ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയാണ്. എന്ത് വിഷങ്ങളാണ് നിങ്ങളൊക്കെ എന്നാണ് ഞാൻ ചോദിക്കുന്നത്, ഇത്രയും വർഗീയത തുപ്പി തള്ളാനായിട്ട്. ഇനി മാരാറിട്ടിട്ടുള്ള, അതായത് അഖിൽ മാരാറിട്ടിട്ടുള്ള ഒരു പോസ്റ്റ് ഞാൻ വായിക്കാം. സിനിമ ഇറങ്ങും മുൻപ് വലിയ ഹൈപ്പ് സൃഷ്ടിച്ചത് കൊണ്ട് ഉണ്ടായ ടിക്കറ്റ് ബുക്കിംഗ് എന്തായാലും കേരളത്തിലെ എല്ലാ ലാലേട്ടൻ ഫാൻസും ടിക്കറ്റ് എടുത്ത ലാലേട്ടൻ ഫാൻസിൽ വലിയൊരു വിഭാഗം സംഘം അനുകൂലികളെന്നതും സത്യം. മമ്മൂക്ക ഫാൻസ് സത്യത്തിൽ അവരും ലാലേട്ടന്റെ സിനിമ നല്ലതാണെങ്കിൽ ആസ്വദിക്കും. എന്നാൽ ഈ സിനിമ വിജയിച്ചാൽ കേരളത്തിൽ ആദ്യം കുരുപൊട്ടുന്നത് മീഡിയ മുക്കാലും സുഡാപ്പികൾക്ക് ആയിരിക്കും. കഴിഞ്ഞ കുറെ നാളുകളായി മോഹൻലാൽ എന്ന നടനെ തകർക്കാൻ നോക്കിയിരിക്കുന്ന ഈ രണ്ട് കൂട്ടുകാർക്കും എമ്പുരാന്റെ വിജയം ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രീ ബുക്കിംഗിൽ അവർ വളരെ അസ്വസ്ഥരാണ്. അവിടെയാണ് പൃഥ്വിരാജിന്റെ ബുദ്ധി. ടിക്കറ്റ് എടുത്ത സംഘികളെല്ലാം എന്തായാലും പടം കാണും. സിനിമയിൽ ഗുജറാത്ത് കലാപം കാണിക്കുന്നത് അതുകൊണ്ട് സംഘികൾ ഈ സിനിമയെ എതിർക്കുന്നു എന്ന മാർക്കറ്റിംഗ് തന്ത്രം ഇന്നലെ മുതൽ സൃഷ്ടിക്കുന്നു. സംഘികൾ സിനിമയ്ക്ക് എതിരാകുന്നു. സിനിമയിൽ ഇല്ലാത്ത ഭാഗം പുറത്തുവിട്ട് ഇന്ത്യ ആരുടെയും തന്തയുടെ വകയല്ല എന്ന ഡയലോഗ് വെച്ച് ജനഗണമനെ വിജയിപ്പിച്ചതും ഇതേ സംഘവിരുദ്ധ മാർക്കറ്റിംഗ് തന്ത്രമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് മാരാറൊക്കെ വേറെ രീതിയിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഞാനൊരു കാര്യം പറയാം, സിനിമ അടിപൊളിയാണ്, കണ്ടിരിക്കാൻ. ഏത് മേക്കിങ്ങും കാര്യങ്ങളൊക്കെ പക്കയാണ്, വേറെ ലെവലാണ്. പ്രത്യേകിച്ച് കുറെ വെടിയപ്പും പുകയൊക്കെ ഉണ്ട്. ഒരു ഇംഗ്ലീഷ് മൂവിയുടെ ടച്ചൊക്കെ കുറെ സ്ഥലങ്ങളിൽ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഈ ലൂസിഫർ മൂവിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആ സ്റ്റോറി ബേസിൽ നോക്കുമ്പോൾ കുറെ കാര്യങ്ങളൊന്നും എനിക്കത്ര ഇതായിട്ട് ഡൈജസ്റ്റ് ആയിട്ട് തോന്നിയിട്ടില്ല. പടം എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടിട്ടില്ലെന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടല്ല, ഞാൻ പറഞ്ഞില്ല, ഓൺ ടൈം വാച്ചബിൾ ആണ്. പിന്നെ ഈ പറഞ്ഞതുപോലെ ലൂസിഫറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ലൂസിഫറിന്റെ അത്ര പോരാ, അത് തന്നെയാണ് ഓപ്പൺ ആയിട്ട് പറയാം. ഓക്കെ, ഇനി പടത്തിന്റെ മേക്കിങ്ങും കാര്യങ്ങളൊക്കെ സെറ്റാണ്. ആദ്യം തുടക്കത്തിൽ തന്നെ ഒരു കലാപം സംഭവമുണ്ട്, അത് മോനെ വേറെ ലെവലിൽ ആ സാധനം എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരു ലേഡിയെ ആ ഒരു കേസൊക്കെ ഉണ്ട്. നിങ്ങൾ പടം കാണുക, കാണാത്തവർ പോയി കാണുക. അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ടച്ച് ചെയ്യും, നല്ലതായിട്ട് ഫീൽ ചെയ്യും. പിന്നെ മഞ്ജു വാര്യറിന്റെ എൻട്രി ഉണ്ട്, ആ സാധനം ഫസ്റ്റ് എൻട്രി അല്ല, പിന്നെ വേറെ ഇടയ്ക്കുള്ള ഒരു എൻട്രി ഉണ്ട്, അതൊക്കെ മാരകം. പിന്നെ അതുപോലെ ലാലേട്ടന്റെ വേറെ ഒരു ഇടയ്ക്കുള്ള എൻട്രി ഉണ്ട്. ഫസ്റ്റ് എൻട്രി ഒന്നും എനിക്ക് വലുതായിട്ട് പിടിച്ചില്ല, ഇടയ്ക്കുള്ള ഒരു എൻട്രി ഉണ്ട്, അതൊക്കെ മാരകമാണ്. അതുപോലത്തെ കുറെ കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. പടം കാണുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെടുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെടണ്ട, ആ ഒരു രീതിയിൽ കാണുക. അല്ലാതെ മതവും ജാതിയും രാഷ്ട്രീയവും പറഞ്ഞ് തമ്മിൽ തല്ലി ചാകാൻ നിൽക്കാതെ മത്തങ്ങ തലയാളെ എന്ന് എനിക്ക് പറയാനുള്ള ഈ ഒരു വിഷയത്തിൽ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ പുതിയ വീഡിയോ ആയിട്ട്